കേരളത്തിലെ വാണിജ്യ വ്യാവസായിക മേഖലകളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായ രണ്ട് വ്യക്തിത്വങ്ങൾ. അവർ സ്വന്തം കർമ്മമേഖല കൊണ്ടും ജീവിതം കൊണ്ടും മാതൃകയായവർ കൂടിയാണ്. വി-ഗാർഡ് സ്ഥാപകൻ ശ്രീ കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി, ശീമാട്ടി ഉടമ ബീന കണ്ണൻ എന്നിവരാണ് ഇത്തവണ അവർ കണ്ടുമുട്ടുമ്പോൾ എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രണ്ടുപേർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീ കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി, തൃശ്ശൂരിൽ ജനനം, അതിനുശേഷം ദേശീയ ശ്രദ്ധയാകർഷിച്ച നിരവധി ബ്രാൻഡുകളുടെ തുടക്കം. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? തുടങ്ങിയ സമയത്ത് ഒരു വലിയ ബ്രാൻഡാവുന്നൊന്നും ഞാൻ കരുതിയില്ല. അന്നത്തെ എൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറണം, ഒരു ചെറുകിട ഇൻഡസ്ട്രി, അതായിരുന്നു പ്രധാന ലക്ഷ്യം. പക്ഷേ പയ്യെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. സന്തോഷം തോന്നുന്നുണ്ട്. നിരവധി പ്രതിസന്ധികളെയും ധാരാളം പ്രശ്നങ്ങളെയും എല്ലാം വെല്ലുവിളിച്ച് അല്ലെങ്കിൽ അഭിമുഖീകരിച്ചാണ് ഇന്ന് ബീന കണ്ണൻ ശീമാട്ടി എന്നുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ബീന കണ്ണൻ എന്ന വ്യക്തിക്ക് എന്താണ് ഓർത്തെടുക്കാനുള്ളത്? ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്നാണ് തോന്നുന്നത്? ഒരു വാചകം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് തോന്നിയില്ല. ഇത് നമ്മൾ തരണം ചെയ്യുമ്പോൾ പ്രതിസന്ധികളൊക്കെ ആണെന്നോ ഉണ്ടെന്നോ ഉള്ള വിചാരങ്ങളും കാണില്ല. അപ്പം വന്ന കാര്യം അന്നേരത്തെ യുക്തി അനുസരിച്ച് ചെയ്തു പോയി. എവിടെയോ തുടങ്ങി എവിടെയോ വന്ന് നിന്ന്. ഭഗവാൻ അനുഗ്രഹം. എങ്ങനെയാണ് പരസ്പരം നിങ്ങൾ അറിയുന്നത്? ബീനെ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എനിക്ക് ഓർമ്മയുള്ളത് ഷോപ്പ് വളരെ ചെറുതായിരുന്നു. 72 ശീമാട്ടി എറണാകുളം തുടങ്ങിയത്. അദ്ദേഹം ശീലയായിട്ട് പല പ്രാവശ്യം കടയിൽ ഷോപ്പിങ്ങിന് വരുമായിരുന്നു. സന്ധ്യാസമയത്ത് 5:30, 6:30 ആ സമയത്ത് കടയിൽ ഷോപ്പിങ്ങിന് വരുന്ന കാലങ്ങൾ ഓർമ്മയുണ്ട്. രണ്ടുപേരും കൂടെ വന്ന് വേണ്ടിയ സാധനങ്ങൾ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. അന്ന് ചെറിയൊരു കട, 2000-3000 സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയൊരു കടയായിരുന്നു അന്ന്. അതിന് ശേഷം ഞങ്ങൾ പല ഓൺട്രപ്രണർ ടോക്സിനൊക്കെ ആയിട്ട് സെയിൻറ്റ് തോമസ് കോളേജ് പാല എന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. വളരെ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും എത്തുമോ എന്നുള്ളൊരു ചെറിയ ഭയപ്പാടോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. പിന്നെ സാരി എന്നുള്ളൊരു പിടുത്തം ഉള്ളതുകൊണ്ട് എവിടേക്കോ ചെന്ന് ചേരും. അല്ലാതെ ഐ വാസ് ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ യു. ശീമാട്ടി എന്നുള്ളൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കേരള ഒട്ടുക്ക് അത് ബീന കണ്ണന് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. 77 ഞാൻ എറണാകുളത്ത് വരുമ്പോൾ ചെറിയൊരു ഷോപ്പായിരുന്നു. അത് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്നു. അത് തന്നെയല്ല, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളിലും പിന്നെ സാരിയെപ്പറ്റി എനിക്ക് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. ഫാഷനെ പറ്റി അത് എനിക്ക് വലിയ പിടിയില്ല. എന്നിരുന്നാൽ തന്നെ ഒരു എൻട്രപ്രണർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം വളർത്തിയെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ബീന ഒത്തിരി വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ നിങ്ങളെ അന്ന് കണ്ടിരുന്നത് ബിക്കോസ് ഈ ഇൻഡസ്ട്രി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു സ്ഥാപനം കേരളയിൽ ഒരു ഇൻഡസ്ട്രി നടത്തുന്ന ഒരാളെന്ന് പറയുമ്പോൾ കൊള്ളാമല്ലോ, സംബഡി ഹാസ് സ്റ്റാർട്ടഡ് ആൻ ഇൻഡസ്ട്രി ഇൻ കേരള ടു ബി അണ്ടർലൈൻഡ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ചൈന പ്രോഡക്ട്സ് വരെയുള്ള ഒരു കാലയളവിൽ വളർത്തിയെടുത്ത തൻ്റെ വി-ഗാർഡ് എന്ന ബ്രാൻഡ് അല്ലേ, അന്ന് ആകെപ്പാടെയുള്ളത് ഫ്രിഡ്ജായിരിക്കാം. അവിടെ തൊട്ട് തുടങ്ങി ഇന്ന് TV ആയി, കമ്പ്യൂട്ടറായി, എല്ലാത്തിനും എന്നുള്ള രീതിയിൽ. സോ ഇത് ഇത്രയും കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക ഒരു സാധാരണക്കാരന്, ഇന്നത്തെ പലർക്കും താങ്കൾ വളരെയധികം മാതൃകയാവണം എന്നേ ഞാൻ പറയൂ. ബിക്കോസ് ഇന്ന് ഞാനൊരു ഇൻഡസ്ട്രിയൽ മീറ്റിന് പോകുമ്പോൾ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഞാൻ കണ്ടിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം medicines to slippers to oil, everything is manufactured in Kerala. പക്ഷേ എനിക്ക് എൻ്റെ അറിവിൽ ചെറുതായിട്ടേ വന്നിരുന്നുള്ളൂ. എങ്കിലും പക്ഷേ നിങ്ങളെ പോലെയുള്ള പേര് അന്ന് തൊട്ട് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ശീമാട്ടി വളർന്നു വലുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ടാവും. അതൊക്കെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരൊക്കെ ഒന്ന് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ഡിഗ്രി കഴിഞ്ഞു, അച്ഛൻ്റെ മുന്നിൽ പോയിരിക്കുന്നു. ഞാൻ നാളെ പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദ്യം. ഇപ്പോൾ വേണ്ട, പിന്നെ ഇപ്പം നീ എന്തിനാണ് പഠിക്കണത്, എന്ത് സാധിക്കാനാ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല എനിക്ക്. സോ എന്നാൽ പിന്നെ ഞാൻ ബിസിനസ്സിലായിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. സോ ഐ ഗോ ഇൻ ടു ബിസിനസ്. അപ്പോൾ അവിടെ തുടങ്ങി. എന്നെ കാണുമ്പം ഫ്രണ്ടിലിരിക്കുന്ന മാനേജർക്ക് പറയലായി, അത് അദ്ദേഹത്തിൻ്റെ താതാത്മ്യം. എനിക്കൊന്ന് ഐ ആം സ്കെയർഡ് ഓഫ് നോ ബഡി ബട്ട് ഗോഡ്. ദൈവത്തെ ഒഴിച്ച് ആരെയും എനിക്ക് പേടിയില്ല, പിന്നെ പേടിയുള്ളത് എൻ്റെ അപ്പനെ. ബട്ട് അതർവൈസ് സോ എൻ്റെ മുമ്പിലിരിക്കുന്ന മാനേജർക്ക് എന്നെ കണ്ടാൽ പേടിയായിരുന്നു. ബിക്കോസ് പുള്ളി കീശ നിറയെ കള്ളത്തരം, വാ നിറയെ കള്ളത്തരം, കീശ നിറയെ കള്ളത്തരം, മനസ്സ് നിറയെ കള്ളത്തരം. സോ ഹി വാസ് സ്കെയർഡ്. അപ്പോൾ ഈ കുട്ടി എന്താ ഈ റീറ്റെയിലിൽ പോയി ചെയ്യുന്നത് എന്നുള്ളൊരു നോട്ടമായി ഞങ്ങളുടെ മാനേജർക്ക്. സോ naturally after 1 year they have to move out of the business
അപ്പോൾ അച്ഛൻ ഇതൊക്കെ മുന്നേ കാലക്കൂട്ടെ കണ്ടോണ്ടാണ്. പുള്ളിക്കാരനൊരു ഭയങ്കര സ്റ്റേജ് പ്ലെയറാണ്. ദൈവം അവിടെ ഇരുന്ന് നമ്മളെ പാവ കളിപ്പിക്കുന്ന മാതിരി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് പ്ലെയറാണ് ദൈവം, മീനിങ് അച്ഛൻ. സോ ഹീ ഈസ് നെക്സ്റ്റ് ടു ഗോഡ് ആസ് വെൽ ആസ് ഐ എം കൺസേൺ. സോ പുള്ളിക്കാരൻ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പുള്ളി പുറത്ത് പോകും എന്നുള്ള വളരെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുറകെ നിന്ന് ചരട് വലിച്ചത്. ഒരു കൊല്ലം കൊണ്ട് ഈ സോ ഇറ്റ് ദാറ്റ് ദ മാനേജർ വെൻറ്റ് അവേ. പിന്നെ ഓരോന്നോരോന്ന് ഡേ ബൈ ഡേ ഐ വാസ് ട്രൈങ് ടു ഇംപ്രൂവ്. നമ്മളെ കൊണ്ട് പറ്റണില്ല, ചെയ്യുന്നത് ശരിയല്ല. അപ്പോഴും എനിക്ക് ചെയ്യാനുള്ള വേദി എനിക്കനുസരിച്ച് ഒരുങ്ങി കിട്ടുന്നില്ല. മുന്നിൽ ഭർത്താവ് പറയണത് കേൾക്കണം എന്നുള്ള നിർബന്ധം. ബിക്കോസ് അങ്ങനെയാണ് ഞങ്ങളുടെ കൾച്ചർ. സോ അദ്ദേഹത്തിൻ്റെ സമയം, സൗകര്യം, മൂഡ് ഒക്കെ നോക്കി വേണം കൊണ്ടുപോകാൻ. ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞാൽ പറയാം ഒരു മാസം കഴിയട്ടെ. അപ്പോൾ അങ്ങനെ പോകും ഓരോരോ മാസവും. വാരണാസി പോകാം, പറയാം നിന്നോട്, അപ്പോൾ അടുത്ത ഓണത്തിനാവട്ടെ. സോ ഇങ്ങനെ മാറി മാറി പോകും. സോ നമ്മൾ വിചാരിക്കുന്ന പേസിൽ സംഗതിയിൽ പോവില്ല. പിന്നെ ഓരോന്ന് ഫൈറ്റ് ചെയ്ത് ഇത് ഇന്നിവിടെ എത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്തിയെന്നോ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഐ കൺസിഡർ മൈസെൽഫ് ആസ് വൺ അമംഗ് മെനി. ദൈവം കൊണ്ട് എവിടെയോ എത്തിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, താങ്ക് ഗോഡ്. രണ്ടുപേരും ഓരോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സാർ പ്രാക്ടിക്കൽ വിസ്ഡം എഴുതിയിട്ടുണ്ട്, എ ബുക്ക് ഓഫ് ഇന്ത്യൻ സിൽക്ക് സാരീസ്, സ്റ്റോറി ഓഫ് ഇന്ത്യൻ സിൽക്ക് സാരീസ്. പ്രാക്ടിക്കൽ വിസ്ഡം എന്നുള്ള പുസ്തകത്തിൽ പ്രധാനമായൊരു കോട്ട് എന്ന് പറയാവുന്നത് വ്യക്തിത്വ രൂപീകരണത്തിൽ പണത്തിൻ്റെ പങ്ക് 1% മാത്രമാണെന്നാണ്, 1/4 മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത്. എല്ലാ വ്യവസായികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റാണ്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം? നമ്മൾ നമ്മൾ പണം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമുക്ക് മനസ്സിന് സമാധാനം വേണം, പിന്നെ എന്താ പറയുക, അതോടെ രാത്രി നല്ല ഉറക്കം വേണം, ആരോഗ്യം വേണം, ഓഫ് കോഴ്സ് പണം വേണം, സമൂഹത്തിലൊരു ആക്സെപ്റ്റൻസ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ പണത്തിന് ഒരു 4/1 പ്രാധാന്യം കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി നമ്മുടെ മനസ്സമാധാനത്തിന് 4/1 കൊടുക്കണം, ആരോഗ്യത്തിന് 4/1 പ്രാധാന്യം കൊടുക്കണം, സമൂഹത്തിലെ ആക്സെപ്റ്റൻസിന് 4/1 പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് എൻ്റെ ഒരു തോട്ട്സ് കുത്തിക്കുറിച്ചതായിരുന്നു. ഈ പ്രാക്ടിക്കൽ വിസ്ഡം തന്നെ ഞാനത് ഒറ്റ അടുക്കിയിരുന്ന് എഴുതിയതല്ലായിരുന്നു. അത് ആക്ച്വലി ഞങ്ങൾക്കൊരു ഇൻഹൗസ് മാഗസിനുണ്ട്. അപ്പോൾ അതിൽ ഓരോ മാസവും MD എന്നുള്ള നിലയ്ക്ക് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മാനേജർ പറഞ്ഞു, സാറേ ഇതെല്ലാം കൂടി നമുക്കൊരു ബുക്കാക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ആദ്യത്തെ ബുക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബുക്ക് എഴുതി. പിന്നെ ഞാൻ നിർത്തി, കാരണം ഇത് ഇനി ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. പട്ടിനെക്കുറിച്ചുള്ള ഒരു ആധികാരിക ഗ്രന്ഥം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കുറേ നാളത്തെ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. ഞങ്ങൾ വി വർ ട്രാവലിംഗ് ഓൾ ഓവർ ഇന്ത്യ വിത്ത് വേരിയസ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഒന്ന് ഞാൻ പോയി ഇതെല്ലാം പഠിച്ച് വന്നു, പിന്നെ രണ്ടാമതിൻ്റെ ഗ്രൂപ്പ് വന്നിരുന്നു. സോ ഛത്തീസ്ഗഡ് തൊട്ട് ബാഗൽപൂർ തൊട്ട് ലോട്ട് ഓഫ് പ്ലേസസ് ലൈക്ക് നമ്മുടെ UP-യിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ഉൾഗ്രാമത്തിലേക്ക്, ഉപാട തുടങ്ങിയ ഉൾഗ്രാമത്തിലേക്ക് ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. സോ നാരായണപ്പെട്ട്, മഹേശ്വരി, പലരും കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരുപാട് പേര് വളരെയധികം ലൈക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വെൽക്കംഡ് us into their home, they were ready to show the looms. അങ്ങനെ ഒരു തരം. അല്ലാതെ വളരെ ഫ്രണ്ട്ലി ആയിരുന്ന തമിഴ്നാടുകാരൊക്കെ നോക്കിയാൽ, എക്സ്പെഷ്യലി ഇത് സേലം ബെൽറ്റ് ഒക്കെ നോക്കിയാൽ, ദേ ബിക്കം വെരി ഹോസ്റ്റൈൽ. വന്നത് തന്നെ പണ്ട് തമിഴ്നാട് കൾച്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇരുത്തുക, വരൂ മാഡം ഇരിക്കൂ, ആരോ ഒരു അതിഥി, ആരോ ആയിക്കോട്ടെ, വരൂ ഇരിക്കൂ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ, ഇതായിരുന്നു പഴയ കൾച്ചർ. അതങ്ങോട്ട് മാറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ എന്നെ കൂലി, ദൈസേ കൂലി വരില്ല, അവർക്ക് ആയിരിക്കും, കൂലി എന്നാണ് കേട്. സോ they were only bothered about the money part. കൂലി ലൈക്ക് they are not bothered of the guest. ആരാ വന്നിരിക്കുന്നത്, എന്തിനാ വന്നിരിക്കുന്നത്, ഇവർ കപ്പാസിറ്റി എന്തുവാ, വാട്ട് ആർ ദേ ആസ്കിങ് ഫോർ, ഇതൊന്നും അവർ അന്വേഷണമില്ല. ഓൺലി കൂലി. സോ അങ്ങനെയുള്ളൊരു സമൂഹത്തെ ടാക്കിൾ ചെയ്യാൻ you have to use a different tactics to give them better കൂലി, so that they are happy. ആ രീതിയിൽ പോകണം. സോ ഇത് ഓരോ ഗ്രൗണ്ട് റിയാലിറ്റീസ് were always different. തീർച്ചയായിട്ടും. അതായത് നമ്മളെല്ലാം പഠിക്കുക, ഓരോ പുതിയ ആശയങ്ങൾ പഠിക്കുകയാണല്ലോ. തന്നെയല്ല ജനങ്ങളായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തന്നെ അത് ആലോചിക്കാൻ തന്നെ വയ്യ. അതായത് ഒരുപാട് അൺഓർഗനൈസ്ഡ് ആണത്. നമുക്കൊക്കെ കുറേ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഇമെയിലൊക്കെ അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ക്വൈറ്റ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു
ഒരു ബാലൻസിങ് ആക്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു ബാലൻസിങ് ആയിട്ടാണ്. പക്ഷേ ഇപ്പം വന്ന് ഇൻഡസ്ട്രി തന്നെ വളരെ അൺഹെൽത്തി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈക്കിനോ ഞാൻ പറയാറുണ്ട് കേരളത്തിലെ പരസ്യങ്ങളിലെ ഭൂരിഭാഗം സ്വർണം, സാരി, ആയുർവേദ മരുന്നുകൾ ഇതൊക്കെ കൈയടക്കിയിരിക്കുക എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്നാലും ഇത് ജനങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടും അല്ലെങ്കിൽ ജനം അത് കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ അത്രയും. ഞാനെപ്പോഴും ഒരു കാര്യം ചോദിക്കാനായിട്ട് ബീനോട്, ബീന ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. റാങ്ക് ഹോൾഡർ ആ, അതും ബോട്ടണി അല്ലേ? ബോട്ടണിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് ടെക്സ്റ്റൈലിൽ ഫസ്റ്റ് റാങ്ക് ആയതും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അല്ല, അച്ഛനുണ്ട് പറയാണ്ട് നീ ഒരിക്കലും നമ്പർ 1 ഒന്നും ആവണ്ട കേട്ടോ. 3ഓ 4ഓ 5ഓ 6ഓ എവിടെയെങ്കിലും കിടന്നാൽ മതി. അച്ഛൻ്റെ സ്ഥിരമായ ജൽപ്പനങ്ങളാണ്. UB 4th or 5th റാങ്ക് എന്നേ പറയുള്ളൂ എൻ്റെ അടുത്ത്. സോ ഈ പറഞ്ഞ മാതിരി കാശിന് കാശിൻ്റേതായ വിലയുണ്ട്. അത്രയെങ്കിലും കാശ് മതി, ലൈക്ക് യുനോ, സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു മൈ സ്റ്റാഫ്. സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം, പേയ്മെൻറ്റ് കൊടുക്കണം, അതിനുള്ള കാശ് മാത്രം കിട്ടണം. അതിൽ കൂടുതലൊന്നും വലിയ ആഗ്രഹമില്ല. 4ഓ 5ഓ ആയാലും മതി എന്നുള്ള അച്ഛൻ്റെ ആഗ്രഹം അവിടെ നിൽക്കുന്നു. എനിവേ ഐ ട്രൈ ആൻഡ് സ്ട്രൈവ് മൈ ബെസ്റ്റ്.